ആഹാ, കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാ ഇതാണ് ഒരുക്കുമെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി കൊടുത്തിട്ട് പോന്നാ പോരാ കേട്ടോ. കുജിയച്ച, ചുങ്കത്തറക്കാരുടെ കടയിലെ കുറി മാത്രം കൊടുത്താ പോരാ, പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം. ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത്. തോമാച്ചനും മത്തായി കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ? മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല. മതി, ഇറങ്ങ്, ഇല്ലെങ്കിലേ ടാക്സിക്ക് കാശ് കൊടുത്ത് മുടിയും. എന്തിനാടാ വല്ലോന്റെ ടാക്സി കയറി പത്രാസ് കാണിക്കുന്നത്? നമ്മളെ അറിയാത്തതാണോ മത്തായി കുട്ടി? ബസ്സിൽ പോയാ മതി. അമ്മച്ചി, ഈ പെമ്പിള്ളേരും കാരി കയറ്റി അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വെയിറ്റാ. ഇറങ്ങാൻ നോക്ക്, വാ. പോയിട്ട് വരും മക്കളെ. ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം. ഇച്ചായന്റെ ആള് വന്നിട്ടുണ്ട്. ആര്? ബീന. കുര്യച്ചനും ഷെർലിയും കൂടെ ഉണ്ട്. എന്നിട്ട് എവിടെ? പുറത്ത് കാരണത്തിരിക്കുക. നീ നല്ല പാർട്ടിയാ, ഇങ്ങോട്ട് വിളിച്ചോണ്ടേ. വെറുതെ നമ്മുടെ വെയിറ്റ് കളയരുതേ. വരാനുള്ളവർ ഇവിടെ തന്നെ വരും, വഴിയിലെങ്ങും തങ്ങില്ല. എന്നാലും നമ്മൾ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്ന അതിന്റെ ഒരു മര്യാദ. അങ്ങനെ ഒരു മര്യാദയും വേണ്ട. തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. തങ്കച്ചന്റെ ഈ പ്രപ്പോസല് അവിടെ എങ്ങനെ വന്നു? എന്താ ചിരിക്കുന്നത്? അതെ, ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങൾക്കത് ആഴ്ചപ്പതിപ്പിൽ നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം. വേറൊരു സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി കയറിയതാ. ഈ തങ്കച്ച ആളെങ്ങനെയാ? അയ്യോ, വളരെ നല്ല സ്വഭാവക്കാരനാ. അല്ല, കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് വരില്ലേ? ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ. മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്ന് എത്താനേ സാധ്യതയുള്ളൂ. നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയേക്കണം. പോർച്ചനോടും ചാക്കോച്ചനോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം. പറയാം. വാ മക്കളെ, പോകാം. നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്ന എന്നെ വേണം തല്ല. കല്യാണ ഡ്രസ്സ് അവര് ചുങ്കത്രയിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലേ ചായ? നമ്മുടെ പയ്യന്മാരാരെങ്കിലും പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചാലോ? മിണ്ടിപ്പോരുത്. ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല. അത് ചായ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ ചുമതലയല്ലേ? റോയിച്ച, നീ എന്റെ പണി നോക്ക്. ചുങ്കത്രയിലോട്ട് കയറി പോകുന്നതാണല്ലോ. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ. ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും. കല്യാണ ഡ്രസ്സ് അവിടുന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചായന്റെ ടെൻഷൻ. ഒരു വാക്ക് പറഞ്ഞാ പാലിക്കുന്നവരാ തെക്കും തലക്കാര്. ഇവിടുന്ന് എടുക്കൂന്ന് പറഞ്ഞാ ഇവിടുന്ന് എടുക്കൂ. വരൂ, നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ വെച്ചിരിക്കുക. നിങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ളത് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാ ഇച്ചായം പറയുന്നത്. അല്ല, അത് പിന്നെ വാചകം ഇത്തിരി കൂടുതലാ. സ്വല്പം. അങ്ങനെയുള്ളവരെ എനിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക്. നിങ്ങളാ, ഞാൻ കൂടെ വരാം. നീ ഇവിടെ നിൽക്കേ. വാ. അവിടെ നിൽക്കാൻ പോയിട്ട് വരാം. എവിടേക്കാ പോണേ? നമുക്കിവിടെ വല്ലതും സംസാരിച്ചോണ്ട് നിൽക്കാന്നേ. എനിക്ക് ഈ കട കാണുമ്പോ 49 വെള്ളപ്പൊക്ക ഓർമ്മ വരുന്നേ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? പോരാ. അവസാനം അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലികാര് വന്നു. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട. എന്താ പറഞ്ഞേ? കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ എന്ന്. അല്ല, ഞാനെന്താ പറഞ്ഞേ? കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലികാര് അവിടെ വന്ന് കയറി. ഞാനവരെ ഒതുക്കി. രാത്രിക്ക് രാത്രി. ഇനി കുറച്ചു നേരം ചേട്ടൻ ഇവിടെ തനിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിപ്പം വരാം. എടുക്കണ്ടേ? ഷെർലി ഒന്നും എടുക്കുന്നില്ലേ? ചേച്ചി സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാം. ചേച്ചി ഒരു ഗ്രാൻഡ് സെലക്ഷൻ നടത്തിയിരിക്കല്ലേ? മനസ്സിലായില്ല. ഇച്ചായനെ സെലക്ട് ചെയ്ത കാര്യ പറഞ്ഞു. തമാശ പറഞ്ഞാണോ? പകുതി തമാശയായിട്ടും പകുതി സീരിയസ് ആയിട്ടാ പറഞ്ഞു. എന്റെ അടുത്ത് വലിയ തമാശ വേണ്ട, സീരിയസ് മാത്രം മതി. അതാ എനിക്കിഷ്ടം. പിന്നെ കൂട്ടുകാരിയുടെ കട്ട് പീസ് മോഷണത്തിന്റെ കാര്യം പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരരുത്. അത് വളരെ ചീപ്പാണ്. ഇതിനൊക്കെ ഉരുളക്കുപ്പേര് പോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ വേണ്ട,
അത് തന്നോടുള്ള സോഫ്റ്റ് കോർണർ അല്ല, തന്റെ ചേച്ചിയോടുള്ള കൺസിഡറേഷൻ. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനും ആവശ്യമില്ല കേട്ടോ. എന്താ ഷെർലിയുടെ ഓരോരോ തമാശകളെ സമയം പോകുന്ന അറിയത്തില്ല. ഈ ഫലിത ബന്ധുക്കളിൽ സ്ഥിരമായിട്ട് ഒരു ഷെർലിയുടെ പേര് കാണാറുണ്ടല്ലോ. ആ ഷെർലിയാണോ ഈ ഷെർലി? അല്ല അല്ല, അത് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും. കല്യാണ നിശ്ചയവും മനസ്സമ്മതവും കഴിഞ്ഞിട്ട് പിന്നെ കെട്ടു നടക്കാതിരുന്ന ഇഞ്ചക്കാടൻ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം? അതും പെണ്ണു വീട്ടുകാര് വേണ്ടെന്ന് വെച്ചാ. തോമാച്ചന്റെ മകളെ തന്നെ മരുമകളാക്കാൻ ഇഞ്ചക്കാടൻ തീരുമാനിച്ചതാണടാ നമ്മുടെ വിജയം. അങ്ങ് എന്തായി പറയുന്നേ? ഈ കല്യാണം നടന്നാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും. കല്യാണം നടന്നെങ്കിലല്ലയോ? നിങ്ങൾ നോക്കിക്കോ, കല്യാണ ദിവസം പള്ളിയിൽ എന്നാ നടക്കുമെന്ന്. എന്നാ കാര്യവും തെളിച്ചു പറയാങ്ങളെ. പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ സിംഗപ്പൂരിലുള്ള അവളുടെ കൊച്ചച്ഛനാ. അയാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. കല്യാണത്തിന്റെ അന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ അയാളെത്തും. നമുക്കേ അയാളെ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ പോണം. അയാളെത്തി നമുക്കെന്താ ഗുണം? കാണാൻ പോകുന്ന പൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നേ? എടാ മോനെ, അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്റെ അമ്മച്ചി കല്യാണത്തിന് മുമ്പ് ദൈവച്ചിരിങ്ങ് എത്തും. അമ്മച്ചി ഒന്ന് സമാധാനപ്പെട്. അവൻ വന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാടാ ഒരു സമാധാനം? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അറിഞ്ഞും പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ഇല്ലയാ കൊച്ച, ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് മതി. എന്തായിരുന്നാലും ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതല്ലാതെ നീ കാര്യം എന്താന്ന് പറയുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പൊ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. പെട്ടെന്നൊരു തീരുമാനം എടുക്കാനും മൂന്നും കൂടി ഒന്നിച്ച് വിളിച്ചു ഒരു കല്യാണം നടത്താനും അവരെന്നെ അത്ര തിടുക്കം കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ആ പിള്ളേര് വീട് മാറി ഇവിടെ പെണ്ണ് കാണാൻ വന്നത്. പറഞ്ഞു വന്നപ്പം അറിവും പരിചയമുള്ള ആൾക്കാര്. മത്തായിയുടെ ഇന്നത്തെ സ്ഥിതിക്ക് ഇതിലും വലിയ എത്രയോ ആലോചന കിട്ടേണ്ടതാ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവര് വേറൊന്നും ആവശ്യപ്പെട്ടില്ല. കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങ് സമ്മതിച്ചു. ഉടനെ തന്നെ നിന്നെ വിവരം അറിയിച്ചല്ലോ. പിന്നിപ്പൊ എന്തോ നടാ ഒരു കുഴപ്പം? അമ്മച്ചി, ഇഞ്ചക്കാടന്മാർക്ക് പണവും പ്രതാപവും ഉണ്ടെന്ന് കരുതി എല്ലാം തേഞ്ഞവന്മാരാണെന്ന് അമ്മച്ചി കരുതണ്ട. എടാ, ഇഞ്ചക്കാട്ടുകാർക്ക് എന്നാടാ ഒരു കുഴപ്പം? നമ്മളെ പോലെ തന്നെ തറവാട്ടുകാരാവരും. അവന്മാർ തറവാട്ട് ഗുണത്തെ പറ്റിയൊന്നും അമ്മച്ചി ഇപ്പൊ പറയണ്ട. ഇങ്ങനെ കടന്ന് വളച്ചു കെട്ടാതെ നീ കാര്യം എന്താന്ന് പറ. ഒക്കെ പറയാം അമ്മച്ചി, പക്ഷെ അതിനു മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോന്ന് എനിക്കൊന്ന് അറിയണം. എന്നാ കാര്യോ? എല്ലാം പറയാം. അയ്യോ, അടുപ്പി പാല് വെച്ചിരുന്ന കാര്യം അങ്ങ് മറന്നു.
അല്ല, എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കല്യാണം കഴിഞ്ഞ എല്ലാരും വൈകി എഴുന്നേക്കൂ. ഇവിടുത്തെ ഏലിക്കൊച്ചമ്മ പോലും ഇപ്പോഴും എഴുന്നേക്കുന്ന 7 മണിക്കാ. എന്നതാ മോളെ ഇവള് പറയുന്നേ? ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. ഇവളെ വാപോയ വാക്കത്തിയാ. രാവിലെ മോള് കുളിയൊക്കെ കഴിഞ്ഞോ? എന്നിട്ട് തന്നെ അങ്ങ് മാറി നിൽക്കുന്നേ. ഇങ്ങോട്ട് വാ. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മോളാ. തങ്കച്ചനുണ്ടേ കൊടുക്ക്. അവൻ എഴുന്നേറ്റോ? ഇല്ല. വലിയ ഉറക്കക്കാരനാ. ഓ, എന്നതാ ഇത്രക്ക് നിൽക്കാൻ? ഞാൻ ഓരോന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാണേ. അയ്യടി, അങ്ങനെ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. ആ അരിപ്പൊടി എടുത്തൊന്ന് നനച്ചേ. അയ്യോ, ഞാനും അതാ ഇപ്പൊ ആലോചിച്ചേ. ഇതെപ്പോ എഴുന്നേറ്റ് പോയി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ എണീറ്റിട്ട് കുറെ നേരമായി. ഇച്ചയും നല്ല ഉറക്കമായിരുന്നു. ഇരിക്ക്. ഞാൻ നിന്നോളാം. ഇരിക്കടോ. അയ്യേ, വാ പോലും കഴിയാതെ തന്നെ കാപ്പി കുടിക്കുന്നേ. ബെഡ് കോഫി കുടിക്കാൻ അങ്ങനെ വാ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. താനാ ഡോറൊന്ന് ചാരിയേക്ക്. നമുക്ക് കുറച്ചു നേരം വെറുതെ ഇവിടെ ഇങ്ങനെ. എന്താ? അയ്യോ വേണ്ട, അപ്പുറത്ത് എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലൈസൻസ് അല്ലേ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത്? അവരെഴുന്നേറ്റാ നമുക്കെന്താ? നീയല്ലേ? അയ്യോ, ഞാൻ പോവാ. ഇനി വന്നേ. വീടല്ലേ? നീനെ ഇവിടെ വാ. ഇവിടെ വരാൻ. ഇങ്ങോട്ട് നീ ഇത് അനങ്ങിപ്പോരുത്. ഇനി ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോ ഇതുപോലെ ഇങ്ങോട്ട് വരണം. മേശ കസേര വാടക 2500, കല്യാണ പന്തല് 3250, ബേക്കറി സാധനങ്ങള് 4500, കാർ വാടക 6200, കൂലിച്ചെലവ് 1200. ആകെ നിനക്ക് ഞാൻ തന്നത് 20,000 രൂപ. ചെലവായത് 17,650 രൂപ. ബാക്കി 2,350 രൂപ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്. അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതിങ്ങ് എടുത്തേ. അത് പിന്നെ അപ്പച്ച ഈ കസേര മേശ എഴുതിയോ? ഈ മേശ കസേര എന്ന് പറയുന്നതല്ലോ കസേര മേശ. ഇതിൽ തന്നെ ഒരുപാട് കള്ളക്കണക്കുകൾ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മോനെ, 2,350 രൂപ എവിടെ? 2,350. ആ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇന്നാണ് അവ കണക്ക് കൊണ്ടുവരുന്നത്. അപ്പച്ച അപ്പച്ചൻ തന്നത് 20,000 രൂപയാണെന്ന് ഉറപ്പാണോ അതോ 17,000 രൂപയോ? ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ. എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ടാ. അപ്പച്ച, ഇച്ചായന് കുറെ കൂട്ടുകാരല്ലേ? ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാരൻ മത്തായിക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു. അങ്ങനെയാണ് ഈ 2,350 രൂപ ചെലവായത്. എടാ, നീ പറഞ്ഞത് നേരാണോ? എന്താണ് അപ്പച്ച? നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2,350 രൂപ മേടിച്ചു. അപ്പച്ചന്റെ കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ എന്റെ അടുത്ത് 1,500 രൂപ വാങ്ങിച്ചല്ലോ. ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്ന് പറഞ്ഞ് എന്നോടും വാങ്ങിച്ചല്ലോ 2,000 രൂപ. അതെ, ഞാനൊരു കാര്യം പറയാം. കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചിലവാകും. അതിന് അപ്പച്ചനെ പോലെ വെറ്റില 7 രൂപ 15 പൈസ, അടയ്ക്ക് 6 രൂപ 3 പൈസ, ചുണ്ണാമ്പ് 10 രൂപ 10 പൈസ എന്നൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അയ്യടാ, ജനറേഷൻ ഗ്യാപ്പാ? കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാ? മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ എന്റെ ദൈവമേ, തങ്കച്ച, ദേ ഈ കാശ് ചെലവാക്കണ കാര്യത്തില് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ. പക്ഷെ നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? അപ്പച്ചന്റെ വികാരം എനിക്ക് ഒന്ന് പോടാ. നിന്നെ കൊഞ്ചിച്ചെന്റെ എല്ലാം അതപ്പത്തിനുള്ള മധുരമില്ലാത്ത. വേണ്ട, അമ്മ ചോദിച്ചു. അമ്മ വേണ്ട, എന്റെ പൊന്നു മോത്തേക്ക് കുടിക്കും ഞാൻ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ആര്? നമ്മുടെ മരുമോളെ. അവൻ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ.
ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീടൊക്കെ അടിച്ചു വാരി കുളിയും കഴിഞ്ഞു. അടുക്കളയിലേക്ക് വന്ന് നോക്കിയേ, കാപ്പിയും പലഹാരവും ഒക്കെ റെഡി. ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവൾ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുക. എടേ, മരുമക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് മത്തായിക്ക് ഒരു തെറ്റും വരില്ല. ആ. ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ല. അതന്നെ. എന്താ ചെയ്യല്ലേ ഇവരെ ശാപം. അവരെത്തി. എന്താ മോളെ, സുഖമാണോ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താമസിച്ചു പോയില്ലയോ? ഈ അംബാസഡർ ആയതുകൊണ്ടാ ഇത്രയും താമസിച്ചു പോയതേ. മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇനി വന്നേനെ. ഇതൊന്നും പോരാന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക. എന്നതാണ് അതിന്റെ പേര്? ഓ എന്റെ അമ്മച്ചി, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതന്നെ. അല്ല, നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ? ഓ, വല്ലപ്പോഴും ഇച്ചിരി എണ്ണ തേച്ച് കുളിക്കണമെന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലക്ക് വാങ്ങിക്കാറുണ്ടോ? അല്ലടാ മോനെ. അതന്നെ. അത് തന്നെ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം. ആ. അല്ല, അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ? അല്ല, അകത്തോട്ട് വെക്കാം. അകത്തോട്ടിരിക്കാം. ദേവിച്ച, എന്തിരിപ്പ ഇരിക്കുന്നത്? അവരെല്ലാം വന്നിരിക്കുന്നു. വാ, എണീറ്റ് വാ.